ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുക, എന്നിട്ട് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഒരു കറൻറ്റ് എനർജി എന്താണെന്നാണ് ഈ കാർഡ്. നമുക്ക് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്നാണ് ഈ കാർഡ്. നമ്മളിന്ന് ഏതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, എന്ത് കാര്യത്തിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ 3 കാർഡ്. നമ്മുടെ ഇന്നത്തെ ഒരു കറൻറ്റ് എനർജി എന്താണെന്ന് വെച്ചാൽ നമുക്ക് 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് ചോദിച്ചപ്പം നൈറ്റ് ഓഫ് വാൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് സ്വേർഡ്സ് ആണ്. അപ്പോൾ ഇത് 3 കൂടി നമുക്ക് വായിക്കുകയാണെങ്കിൽ, ഇന്നത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഏതൊരു കാര്യത്തിലൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അതിലേക്ക് നിങ്ങൾ കുറച്ച് ക്യാഷൊക്കെ ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിൽക്കുന്നതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ അപ്പുറത്തുനിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടേക്ക് ചാഞ്ചാടുന്നു. പിന്നെ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വേറെ ഓപ്ഷൻ വരുന്നു. അങ്ങനെ നിങ്ങൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ്. ഏത് അവസ്ഥയിലേക്ക് പോകണം എന്ന് നിങ്ങൾക്കറിയാതെ ഒരു തിരക്ക് പിടിച്ചൊരവസ്ഥയാണ് നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു കാർഡാണിത് കാണിക്കുന്നത്. ജോബാണെങ്കിൽ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതൊരു നിങ്ങൾക്ക് മറ്റൊരാളോടൊരു അട്രാക്ഷൻ തോന്നുന്നൊരവസ്ഥ. അതായത് നിങ്ങൾക്കുള്ള ഒരു റിലേഷൻ അല്ലാതെ നിങ്ങൾക്കൊരു വേറൊരാളോടൊരു മൂന്നാമതൊരു വ്യക്തിയോട്, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ നിങ്ങൾക്ക് മൂന്നാമതൊരു വ്യക്തിയോട് ഒരു അട്രാക്ഷൻ തോന്നുന്നൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്നും ഈ ഒരു കാർഡ് പ്രകാരം നിങ്ങളെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അത് നല്ലതല്ല എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ തന്നെയായിരിക്കും പെർഫെക്റ്റ്. നിങ്ങളുടെ കണ്ണിലൂടെ മാത്രം നോക്കാതെ നിങ്ങൾ അവരുടെ ആ ഒരു രീതിയിലേക്കും കൂടി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഒരു ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ മൂന്നാമതൊരു വ്യക്തിയിലേക്ക് പോവാതെ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഇതൊരു മദ്യം, ലഹരി അങ്ങനത്തെ ഒരു ഇതിനോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിനോട് അഡിക്ഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഏതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറഞ്ഞപ്പോൾ നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നത്. ഈ കുതിരനെ കണ്ടില്ലേ, അത് മുമ്പോട്ടേക്ക് കുതിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി രാജാവിനെ പോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അയാളുടെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എംബിഷൻ, അതായത് നമ്മൾ വളരെ കാലമായിട്ട് നമുക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ. അല്ലാതെ നിങ്ങൾ മൊത്തത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവുമായിരിക്കും, സാലറി ഉണ്ടാവുമായിരിക്കും, പക്ഷേ അവിടെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അംബീഷൻ എന്താണോ അതിലേക്ക് നിങ്ങളോട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. പെട്ടെന്ന്, ഈ കുതിര പെട്ടെന്ന് വേഗത കൂടിയ കുതിരയാണ്. അപ്പോൾ നിങ്ങളോട് പെട്ടെന്ന് തന്നെ അതിലേക്ക് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. കാരണം ഈ ജോലി, റിലേഷൻഷിപ്പ് ഇതൊക്കെ നമ്മൾക്ക് യൂണിവേഴ്സ് തുറന്ന കയ്യിലൂടെയാണ് തരുന്നത്. അതായത് അത് നമ്മൾ പെട്ടെന്ന് തന്നെ മേടിച്ചിട്ടില്ലെങ്കിൽ അത് വാനിഷായി പോവും, അത് മാഞ്ഞു പോവും. അപ്പോൾ മറ്റ് കാർഡുകൾ പോലെയല്ല ഈ കാർഡ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ആംബിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും ഇതാക്കിയെടുക്കാം, പക്ഷേ റിലേഷൻഷിപ്പിൽ അങ്ങനെയല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞതിലൊന്ന് മാറിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആംബിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് തീരുമാനിക്കാനാണ് പറയുന്നത്. അതായത് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ, അല്ലാതെ പല കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കാതെ നിങ്ങളുടെ ആംബിഷൻ. അപ്പോൾ അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകാൻ നിൽക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുക.
പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു നിങ്ങൾ എന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി കണ്ടില്ലേ, ഈ വ്യക്തി റെസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഒത്തിരി ഇപ്പോൾ പ്രശ്നങ്ങളും വേദനകളൊക്കെ അനുഭവിച്ച ഒരു സ്റ്റേജ് പീരീഡ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലവർക്ക് വരാൻ പോകുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് പീരീഡാണ്. നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തി കൂടുതലായിട്ട് ദൈവത്തിലേക്ക്, ഡിവൈനിലേക്കാണ് അടുക്കേണ്ടത്. അപ്പോൾ കൂടുതലായിട്ട് ദൈവത്തിലേക്ക്, യൂണിവേഴ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കേണ്ട ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഭക്തി കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കാനല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്തിയിലേക്ക് നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു സക്സസ് ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. ഉടനെ തന്നെ ഒരു വിത്തിൻ 3 months നിങ്ങൾക്ക് നല്ലൊരു ഡേ ആണ്, നല്ലൊരു ലൈഫാണ് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഇതൊരു കൺക്ലൂഡ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷനും കാര്യം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്ക് ഒരു ചിന്തിക്കാനുള്ള കഴിവുണ്ട് അല്ലേ, എല്ലാ വ്യക്തികൾക്കും ഒരേ കഴിവാണല്ലോ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സക്സസ് ഉണ്ടാവും. കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. അപ്പോൾ ഡിവൈനിലേക്ക് നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ ചെല്ലുക, ദൈവത്തെ കൂട്ടുപിടിക്കുക, എന്നാൽ നിങ്ങളുടെ ലൈഫിലൊരു സക്സസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്